എൻ്റെ ഏത്തവാഴ കൃഷിയാണേ. ഉണ്ടോ, ചാക്കിലൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്കൊന്ന് അടിച്ച് മൂത്തോന്നൊക്കെ ഒന്ന് നോക്കാം. കാരണം കൃഷിക്കാരാണ് ഭാരതത്തിൻ്റെ നട്ടെല്ല്. അവർ കൃഷി ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സന്തോഷമല്ലേ. ഇത് യാതൊരു രാസവളമോ മറ്റേ ഫ്യൂരിഡാൻ പോലെയുള്ള സംഭവങ്ങളോ ഒന്നും, ഒരു കീടനാശിനിയോ രാസവളമോ ഒന്നും ചേർക്കാതെ കൃഷി ചെയ്യുന്നതാണേ. ചാക്കിൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇത് പോരാൻ ഭയങ്കര പാടാ. കൊലയുടെ മുഴുപ്പ് കൊണ്ടായിരിക്കും. എൻ്റെ ഉള്ളൂ. ഇതേ ഇങ്ങനെയുണ്ട്. സൂപ്പറല്ലേ. എന്തായാലും കർഷകൻ്റെ നട്ടെല്ല് അവിടെ ഇരിപ്പുണ്ട്. അത് വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോയിട്ടില്ല. നട്ടെല്ല് ഊരിക്കൊണ്ട് പോയിട്ടില്ല. നോക്കിയേ, നല്ല ചാക്ക് ഇട്ട് വെച്ച. ചാക്കിന് 2 കണ്ണൊക്കെ ഉണ്ട്. ചാക്കിന് ജീവൻ വെച്ചതാണ്. ഇനി ചാക്ക് തിന്നതാണോ, അങ്ങനെ ഒരു സംശയമുണ്ട്. ഇനി അടുത്ത വാഴയുടെ ചുവടിൽ നീ ഒന്ന് നോക്കിയാലോ. അതെ, ചാക്കൊക്കെ താഴെ കിടപ്പുണ്ടേ. ചാക്ക് നമ്മൾ കെട്ടിവെച്ച ചാക്കൊക്കെ അമ്മമാർ എങ്ങനെ ആ കെട്ടൊക്കെ വലിച്ചു പിടിച്ചടിച്ചെന്നാണ് തോന്നുന്നത്. കിടക്കുന്നു. തൊണ്ടൊക്കെ ഇത് ചാക്കിനകത്ത് കിടപ്പുണ്ടായിരിക്കും. കണ്ടോ, ഇരിക്കുന്നു. കർഷകൻ്റെ നട്ടെല്ല് അവിടെയും വെച്ചിട്ടുണ്ട്. അതിൽ നട്ടെല്ലെ തൊട്ട് കളിക്കുന്നില്ല കേട്ടോ. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നോ, എന്തെല്ലാം മോഹങ്ങളായിരുന്നോ. ഇതേ കിടക്കുന്നു, സ്വപ്നങ്ങളും മോഹങ്ങളും. പിന്നെ ഇതൊന്നും ആരുടെയും കുഴപ്പമല്ല കേട്ടോ. ചിലർ പറയും പഞ്ചായത്തിൻ്റെ കുഴപ്പമാണ്, പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അവർ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാഞ്ഞിട്ടാണ്. ചിലർ പറയും സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണ്. ചിലർ പറയുന്നു നമ്മുടെ കേന്ദ്ര ഭരണത്തിൻ്റെ കുഴപ്പമാണ്. ഇതൊന്നും സത്യത്തിൽ ആരുടെയും കുഴപ്പമല്ല. ഇത് കുഴപ്പം കർഷകൻ്റെ കുഴപ്പമാണ്. കാരണം ഇവനിത് കൃഷി ചെയ്യാൻ പാടുണ്ടോ? കൃഷി ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ആ കൃഷി ചെയ്ത കർഷകൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ. അപ്പം ചിലർ ചോദിക്കും, വാഴ വെച്ചിട്ടല്ലേ കുരങ്ങ് വന്നത്. എന്നാൽ ജീവിക്കാൻ വേണ്ടി വരുമാനത്തിന് ഇത് വെച്ചേക്കുന്ന കൊക്കോയാണ്. ഒരൊറ്റ കാണിച്ചു തരാമോ? ഒരൊറ്റ കായില്ല. അപ്പം നിങ്ങൾ ഓർക്കും ഇപ്പം കായില്ലാത്ത സമയമായിരിക്കും. എന്നാലോ ഉണ്ടോ, പിഞ്ച് കൊക്കോയാ, പിഞ്ച് കൊക്കോ. വളരാൻ സമ്മതിക്കുകയില്ല. ഉണ്ടോ, ഇന്ന് പിഞ്ച്, വെറും പിഞ്ച്. ഇതുണ്ടോ, ഒന്നും ആകാത്ത സാധനം കടിച്ച് പൊട്ടിച്ച് കളഞ്ഞേക്കുന്നേ. കറക്റ്റ് കാര്യമാണ്, കർഷകൻ്റെ കുഴപ്പം. പിന്നെ ഇതൊക്കെ കൃഷി ചെയ്ത് ഇങ്ങനെ ജീവിക്കാൻ നോക്കിയിട്ടല്ലേ. ഒന്നെങ്കിൽ കൃഷി ചെയ്യാതെ വേറെ വല്ല പരിപാടിക്കും പോവുക, വേറെ പരിപാടിക്ക് അല്ലെങ്കിൽ നാട് വിടുക, രാജ്യം വിടുക, അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യുക. എന്തായാലും ചാക്കി കെട്ടിവെച്ചത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അടുത്ത ദിവസം അമ്മമാർക്കുള്ള സാധനങ്ങളാണ്. ഇത് അടുത്തത് ചാക്കി കെട്ടിവെച്ചേക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും മക്കൾക്കും വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്ത കൃഷിയാണ്. വാഴ മറിഞ്ഞു പോകാതെ എത്ര കഷ്ടപ്പെട്ട് കുന്തുമൊക്കെ കൊടുത്ത് ഇതൊക്കെ കയറി ചാക്കുമൊക്കെ ഇട്ട് പൊതിഞ്ഞ് കെട്ടിവെച്ചിട്ട് ഇത് അടുത്ത പോലെയാണ്. ഇങ്ങനെ ഉണ്ട്, പറമ്പ് നിറച്ചും കുറേ വാഴ കുലച്ചിട്ടുണ്ട്. മേളിലൊക്കെ ഞാലിപ്പൂവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഓർമ്മയില്ല, കാളാമുണ്ട മാത്രമേ ഉള്ളൂ ഞാലിപ്പൂവൻ കൊല കുറേ വെച്ചിട്ട്. എന്തായാലും ഇങ്ങനെ കൃഷി ചെയ്യാൻ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതും, അല്ലെങ്കിൽ തീരുമാനമെടുത്തതും, കൃഷിക്കാരനാകാൻ തീരുമാനിച്ചതും എല്ലാം എൻ്റെ ഒരു തെറ്റാണ്. ആ തെറ്റിന് ഞാൻ പൊതുസമൂഹത്തോടും ബന്ധപ്പെട്ട അധികാരികളോടും മാപ്പ് ചോദിക്കുന്നു.